നമസ്കാരം. മിസ്റ്റർ സാബു ജേക്കബ്, കേരളത്തിലെ അറിയപ്പെടുന്ന വ്യവസായി, T20 സ്ഥാപകൻ, 2020 കിഴക്കമ്പലത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയാവുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം. അതെങ്ങനെയാണ് രാഷ്ട്രീയ സംവിധാനം എന്ന് പലരും ചോദിച്ചേക്കാം. ഒരു കോർപ്പറേറ്റ് ശൈലിയിലുള്ള ഒരു പ്രവർത്തനം. ആ പ്രവർത്തനത്തിന് ഒരു പാർട്ടിയുടെ ചട്ടക്കൂട് നൽകുകയാണ്. ഒരു പ്രാദേശിക കക്ഷിയുടെ രീതിയിൽ കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ പരിധിയിൽ, ഐക്യമേട് പഞ്ചായത്ത്, അതിന് ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ, അതുപോലെ ഒരു നിയമസഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കിറ്റക്സ് കമ്പനിയുടെ ചുറ്റുപാടുമുള്ള മേഖലകൾ, കാച്ച്മെൻറ്റ് ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചെറിയൊരു പ്രതിഭാസം. ആ പ്രതിഭാസത്തിന് അതിനെ ഒരു സ്റ്റഡി മെറ്റീരിയലായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അത് വാർത്തകളിൽ വരുന്നത് BJPയോടൊപ്പം ചേർന്നുകൊണ്ട് NDAയുടെ കേരളത്തിലെ അടിത്തറ വികസിപ്പിക്കുന്നതിന് ഈ പാർട്ടി മുന്നോട്ട് വന്നു. മോദിയുടെ വരവിന് തൊട്ട് തലേ ദിവസം വലിയ ആഘോഷമായി രാജീവ് ചന്ദ്രശേഖറും സാബു ജേക്കബും വേദി പങ്കിടുന്ന രംഗം, അത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഫ്രഷ് ആണല്ലോ. ഇനി ആ പാർട്ടിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? NDA മുന്നണി കേരളത്തിൽ ബലപ്പെടുമോ? എന്താണ്, വാട്ട് ഈസ് ഇൻ ദ പൈപ്പ് ലൈൻ? വാട്ട് ക്യാൻ വി എക്സ്പെക്ട് ഓഫ് ദിസ് അലയൻസ്? ഇതാണ് ലാഭനഷ്ടങ്ങളുടെ ഒരു കണക്കെടുപ്പ്. നിഷ്പക്ഷമായി പരമാവധി അതിൽ നിഷ്പക്ഷത പുലർത്തണം എന്ന ആഗ്രഹത്തിൽ പറയുകയാണ്. NDA സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, ആവശ്യത്തിന് അലയൻസ് ഇല്ല, സഖ്യകക്ഷികളില്ല. UDFലും LDFലും അനവധി സഖ്യകക്ഷികളാണ്. അതുകൊണ്ട് വീർപ്പ് മുട്ടുകയാണ്. പ്രമുഖ കക്ഷികളായ കോൺഗ്രസും CPMുമാണ് പ്രധാനമായി വോട്ടെത്തിക്കേണ്ടതെങ്കിലും ഘടകകക്ഷികൾ, തീരെ ചെറിയ ഘടകകക്ഷികൾ ഉൾപ്പെടെ കടുത്ത വിലപേശൽ നടത്തുന്നത് മുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPMനോടും കോൺഗ്രസിനോടുമൊക്കെയാണ്. അവരൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പറയാം. പക്ഷേ BJPക്ക് ആ പ്രശ്നങ്ങളൊന്നുമില്ല. ആകെ ഒരു ഘടകകക്ഷിയാണ് പേരിനെങ്കിലും ഉള്ളത്. അത് BDJS ആണ്. BDJSന് സ്ട്രൈക്ക് റേറ്റ് വളരെ നിരാശാജനകമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ, പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 23,000-ഓളം സ്ഥാനാർത്ഥികൾ മാറ്റുരച്ച പഞ്ചായത്ത്, നഗരസഭ അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത്, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ ആകെ BDJSൻ്റെതായി കേരളത്തിൽ ആകമാനം ലഭിച്ചത് 7 സീറ്റാണ്. അതും പഞ്ചായത്ത് സീറ്റുകളൊക്കെയാണ്. അതൊന്നും അല്ലല്ലോ ഒരു പാർട്ടിയുടെ ശക്തി എന്ന് പറയുന്നത്. BJP സാമാന്യം തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 19.7% ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. 15% താഴെ എത്തി നിന്നു. അതും സ്വാഭാവികം തന്നെയാണ്. കാര്യമായ വളർച്ച അവിടെ പ്രതീക്ഷിച്ചതുമില്ലല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷൻ ലഭിച്ചു. ഇനി BJPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധൈര്യപൂർവ്വം നേരിടണമെങ്കിൽ കാര്യമായ അടിത്തറയില്ലാത്ത ജില്ലകളിൽ സാന്നിധ്യമുള്ള ചെറിയ കക്ഷികളെങ്കിലും കൂടെ ചേർക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് BJPക്ക് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ കേവലം 6% വോട്ടാണ് എറണാകുളം ജില്ലയിൽ കിട്ടിയത്. കേരളത്തിൽ ആകമാനം കിട്ടിയ വോട്ട് ശതമാനത്തേക്കാൾ വളരെ 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 കുറവാണ് എറണാകുളം ജില്ലയിൽ BJPക്ക് കിട്ടിയ വോട്ട് പെർസെൻറ്റേജ്. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഭരണത്തിലെത്തുന്നു എന്നത് ഒഴിവാക്കിയാൽ BJPക്ക് എറണാകുളം ജില്ലയിൽ കാര്യമായ സ്വാധീന മേഖലകളില്ല എന്നതാണ്. പ്രത്യേകിച്ച് കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ പരിധിയിൽ അല്ലെങ്കിൽ കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ കാര്യമായ ഒരു നേട്ടവുമില്ല. കേവലം 7,000 വോട്ട് മാത്രമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട് സീറ്റ് കിട്ടിയത്. കാരണം ഇതിരിക്കുന്ന കുന്നത്തുനാട്, എന്തുകൊണ്ട് കുന്നത്തുനാടെന്ന് ചോദിച്ചാൽ, കിറ്റക്സിൻ്റെ കമ്പനി ഇരിക്കുന്നത് കേരളത്തിലെ ഏതാണ് മധ്യ കേരളത്തിലുള്ള എറണാകുളം ജില്ലയുടെ മധ്യത്തിലുള്ള കുന്നത്തുനാട് നിയമസഭാ സെഗ്മെൻറ്റിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് ആ സെഗ്മെൻറ്റിൽ ഇപ്പോൾ നിലവിൽ PV ശ്രീനിജൻ MLA ആണ്. കേരളം 3000 ചില്ലാനം വോട്ടിനാണ് അദ്ദേഹം ജയിച്ചു വന്നത്. VP സജീന്ദ്രൻ മറുപക്ഷത്ത് നിൽക്കുന്നു. CPMൻ്റെ MLA ആണ് ജയിച്ചു വന്നത്. CPMൻ്റെ MLAയ്ക്കും കോൺഗ്രസിൻ്റെ മുൻ നേതാക്കൾക്കും ഒക്കെ തന്നെ ചതുർത്ഥിയാണ് 2020. കാരണം ഇവരുടെയൊക്കെ വോട്ട് ബാങ്കിൽ നിന്നല്ലേ ഈ സാബു ജേക്കബിൻ്റെ പാർട്ടി ആന്തിക്കൊണ്ട് പോയത്. കാരണം ദേ ആർ എ പാർട്ടി ഹൂ ക്യാൻ മെസ്മറൈസ് പീപ്പിൾ വിത്ത് പോപ്പുലർ ബെനിഫിറ്റ്സ്. ജനം വോട്ട് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വികസനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജാതിക്കും മതത്തിനും വർഗത്തിനും ഒന്നും വലിയ പ്രാധാന്യം കൊടുക്കാത്ത പാർട്ടിയാണല്ലോ, ഒരു പാർട്ടി എന്ന് പോലും പറയാനില്ലാത്ത 2020. ആ പാർട്ടിക്ക് പിന്തുണ നൽകിയ പലരും ന്യൂനപക്ഷ സമുദായത്തിൽപ്പെടുന്നവരാണ്. മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്. നല്ല പിന്തുണയാണ് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് സാബു ജേക്കബ് ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല, മറിച്ച് പ്രത്യേകിച്ച് വർഗീയമായി ചേരിചേരി നിൽക്കാത്ത ഒരു പാർട്ടി, മറ്റ് പാർട്ടികളുടെ രീതിശാസ്ത്രങ്ങളൊന്നുമല്ല, ഒരു കോർപ്പറേറ്റ് ശൈലിയിൽ പ്രവർത്തിക്കുന്നു. സാബു ജേക്കബ് നേതൃത്വം നൽകുന്നു. ആ സാബു ജേക്കബിനെ വെല്ലുവിളിക്കാനൊന്നും ആരും ആ പാർട്ടിയിലില്ല. സാബു ജേക്കബിൻ്റെ തീരുമാനങ്ങൾ നടപ്പാകുന്നു.
കൃത്യമായി കാർഡുകൾ കൊടുത്ത് ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കാർഡുകൾ വിതരണം ചെയ്ത് ഗ്രോസറി ഷോപ്പിൽ ഉൾപ്പെടെ ലാഭകരമായി തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്ന പച്ചക്കറി ഒക്കെ ലാഭകരമായി വീടുകളിൽ എത്തിക്കുന്നു. ഒരു രാഷ്ട്രീയ കക്ഷിക്കും സാധിക്കാത്തത്, കേരളത്തിലെ പൊതുവിതരണ സംവിധാനത്തിന് സാധിക്കാതെ പോകുന്ന അത്ഭുതകരമായ ഗ്രാസ് റൂട്ട് ലെവൽ ഡെലിവറൻസ് ആണ് യഥാർത്ഥത്തിൽ T20യുടെ നേതൃത്വത്തിൽ നടന്നത്. ഇതൊരു കോർപ്പറേറ്റ് ശൈലിയാണ്. ഒരു രാഷ്ട്രീയ കക്ഷിയും മാതൃകയാക്കിയിട്ടില്ല. ആം ആദ്മി പാർട്ടിക്ക് പോലും മാതൃകയാക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഇടനിലക്കാരെയൊക്കെ മാറ്റി നിർത്തിയുള്ള ഒരു സമീപനം. തീർച്ചയായും ആ പാർട്ടിക്ക് വോട്ട് കിട്ടും. ഈ പാർട്ടിക്ക് വോട്ട് ചെയ്തവരൊക്കെ പലപ്പോഴും കോൺഗ്രസ് അനുകൂലികളും CPM അനുകൂലികളും മുസ്ലിം ലീഗ് അനുകൂലികളും ഒക്കെ തന്നെയാണ്. അവിടെ BJP എന്ന കക്ഷിയുടെ സഹകക്ഷിയായി NDAയിലേക്ക് സാബു ജേക്കബ് വരുമെന്ന് മുൻകൂട്ടി തന്നെ ചിലരൊക്കെ ചിന്തിച്ചു. കാരണം UDFുമായി LDFുമായിട്ടും ഒരു ഇതുമില്ല, അത് ഒരു നീക്കുപോക്കുമില്ല. അത് മാത്രമല്ല, സാബു ജേക്കബിന്റെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ 25 കക്ഷികളാണ്, ചെറുതും വലുതുമായ 25 കക്ഷികൾ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് സാബു ജേക്കബിന്റെ പാർട്ടിക്ക് 2020 ജയമുണ്ടാകാതിരിക്കാൻ 3-4 പഞ്ചായത്തുകളിൽ, ചുറ്റുപാടുള്ള പഞ്ചായത്തുകളാണ്, മഴുവന്നൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് T20 പ്രതീക്ഷിച്ചത്. പക്ഷേ 4 പഞ്ചായത്തുകളിൽ ഭരണത്തിലെത്താൻ കഴിഞ്ഞു. 2 പഞ്ചായത്തുകൾ കൃത്യമായ ഭൂരിപക്ഷത്തിലും, 2 പഞ്ചായത്തിൽ പ്രത്യേക ഒരു സാഹചര്യത്തിലും, ഏറ്റവും വലിയ ഒറ്റക്കക്ഷി അല്ലെങ്കിൽ നറുക്കെടുപ്പ്, അതിലൂടെ ഭരണത്തിലെത്താൻ കഴിഞ്ഞു എന്നത് നിഷേധിക്കാനാവില്ല. ശ്രീ സാബു ജേക്കബിന്റെ കണക്കനുസരിച്ച് 10% സീറ്റുകൾ അല്ലെങ്കിൽ വോട്ട് ഷെയർ അധികമായി ലഭിച്ചു എന്നാണ് പറയുന്നത്. കാരണം കൃത്യമായ ഇമ്പാക്റ്റ് അനുസരിച്ച് അത്രയും ഉണ്ടാവുന്നില്ല. മറ്റെല്ലാ കക്ഷികളും ഒരുമിച്ച് നിൽക്കുമ്പോൾ T20ക്ക് അധികം മുന്നോട്ട് പോകാനാവില്ല എന്നതാണ് വാസ്തവം. കുറേയൊക്കെ മറ്റ് പാർട്ടികളെ ഭയപ്പെടുത്തിയത് കൊണ്ട് കൂടിയാണ് അവരെല്ലാം കൂടി CPMും കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാം ഒന്നിച്ച് നിന്നു എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കണം, പ്രാദേശികമായിട്ടെങ്കിലും T20 വളർന്നു വരുന്നത് അവിടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് പാർട്ടിയും അംഗീകരിക്കുന്നില്ല, സഹിക്കില്ല. അപ്പോൾ ഒരു ഘട്ടത്തിൽ ചെന്നാൽ അവിടെ വളർച്ച വഴിമുട്ടി നിൽക്കുകയാണ്. ആ പ്രദേശത്തൊന്നും കൂടുതലായി വളരാൻ കഴിയുന്നില്ല. 2015 തുടങ്ങുകയും 16 മുതൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 15-ലും 20-ലും സാമാന്യം തരക്കേടില്ലാത്ത വിജയമുണ്ടാവുകയും 25-ൽ ഒരു സാച്ചുറേഷൻ, ഒരു സ്റ്റെയിൽ മെയ്റ്റിൽ വരികയാണ്. ഒരു സാച്ചുറേഷൻ പോയിന്റിൽ നിന്ന് അവിടെ നിന്ന് വളരാനാവാത്ത ഒരു നിലയിൽ T20 നിൽക്കുമ്പോൾ പിന്നെ ഉള്ളത് തൻ്റെ ബിസിനസ് ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ നല്ലത് ഒരു പക്ഷേ കേന്ദ്രത്തിൽ പിടിപാടുള്ളൊരു പാർട്ടിയാണ്. അത് സ്വാഭാവികമാണ്. ശ്രീ സാബു ജേക്കബ് BJPയോട് ചേർന്ന് നിൽക്കുന്നത് സ്വാഭാവികമാണ്. കാരണം ഒരു വ്യവസായി, കച്ചവടക്കാരൻ ഏറ്റവും അധികം വിഷമിക്കുന്നത്, ഭയപ്പെടുന്നത് എന്തിനെയാവും? അന്വേഷണങ്ങളെയാണ്. EDയുടെ റെയ്ഡ് അന്വേഷണം, ഏതെങ്കിലും ഗവൺമെൻറ് ഏജൻസികളുടെ അല്ലെങ്കിൽ ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ അന്വേഷണങ്ങളെ ഭയപ്പെടും. സാബുവിന് എന്തെങ്കിലും ഭയപ്പെടാനുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ ഭാവിയിലും ഭയപ്പെടേണ്ടതില്ല. കേന്ദ്രത്തിൽ പിടിപാടുണ്ടെങ്കിൽ BJPയോടൊപ്പം ചേർന്ന് നിന്നാൽ അതാണ് വാഷിംഗ് മെഷീൻ എന്ന് പറയുക. അതൊരു ആരോപണമായി പറയുന്നതാണ്. അപ്പോൾ BJPക്കെതിരെ നിന്നാൽ കേന്ദ്ര ഏജൻസികളെ, CBIയെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും ഉപയോഗിച്ചുകൊണ്ട് തകർക്കുന്ന ഏത് വ്യവസായിയും ഏത് രാഷ്ട്രീയക്കാരനെയും തകർക്കാൻ കഴിയുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് ഇൻകംബൻസി അഡ്വാൻറ്റേജ്. ഘടനകളെ ഉപയോഗിക്കുക, ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിക്കുക. അതിൽ നിന്നൊരു സംരക്ഷണം മാത്രമാകാം ഒരുപക്ഷെ സാബു ഉദ്ദേശിച്ചത്. ആ സെൻസിൽ വിജയപരാജയങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങളും കോട്ടങ്ങളും പരിശോധിക്കുമ്പോൾ സാബു ജേക്കബിന് ഇത് നേട്ടം തന്നെയാണ്. BJPയോടൊപ്പം ചേർന്ന് നിന്നാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് 10-15 സംസ്ഥാനങ്ങൾ വടക്കേ ഇന്ത്യയിൽ, അവിടെ എവിടേക്ക് വേണമെങ്കിലും തൻ്റെ ബിസിനസ് സാമ്രാജ്യം വ്യാപിപ്പിക്കാൻ ഇപ്പോൾ ഉള്ള തെലങ്കാനയിലാണ്, ഹൈദരാബാദിലാണ്. അവിടുത്തെ കോൺഗ്രസ് ഗവൺമെൻറ് തീർച്ചയായും സഹകരണം ഉണ്ട്. കേരളത്തിലെ ഗവൺമെൻറ് പോലെയല്ല. കേരളത്തിൽ ഒരുപാട് ഓഡിറ്റിംഗ് ഒക്കെ, സോഷ്യൽ ഓഡിറ്റിങ്ങും മറ്റു തരം ഓഡിറ്റിങ്ങും എല്ലാം നോക്കി, എൻവയോൺമെന്റൽ ക്ലിയറൻസ് എല്ലാം നോക്കി. ഇവിടെ പരിസ്ഥിതി വലിയ വിഷയമാണല്ലോ. ഒരു വ്യവസായം തുടങ്ങുമ്പോൾ പരിസ്ഥിതി സംബന്ധമായ ക്ലിയറൻസ്, എൻവയോൺമെന്റൽ ക്ലിയറൻസ് വലിയ ബുദ്ധിമുട്ടാണ്. ഇതൊത്രയൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. വടക്കേ ഇന്ത്യയിലേക്ക് തൻ്റെ എംപയർ വ്യാപിപ്പിക്കാൻ, വസ്ത്ര വ്യാപാരം വ്യാപിപ്പിക്കാൻ കഴിഞ്ഞാൽ നന്നേ എന്നതൊരു ബിസിനസ് ചിന്തയാണ്. അത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് ചിന്തയാണ്. തിരിച്ച് BJPക്കോ അണ്ണാറക്കടനും നന്നാലാകുന്നതെന്നും ചെയ്യുക. ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ മാത്രം കൊണ്ട് നടന്നാൽ എങ്ങനെയാണ് വളരുക? NDAക്ക് കേരളത്തിൽ മേൽവിലാസം ഉണ്ടാകണമെങ്കിൽ ഇനി കുന്നത്തുനാട് സീറ്റിലെങ്കിലും നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ തീരെ കുറവല്ല. 40,000 വോട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട് കിട്ടിയത്. ത്രികോണ മത്സരത്തിൽ ചെറിയ 49,000 വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടി, 50,000-ൽ പരം വോട്ട് CPMന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടി. അങ്ങനെ ചെറിയ ഭൂരിപക്ഷത്തിൽ CPM വിജയിച്ചു. BJPക്ക് 7,000 വോട്ടാണ്. ഇപ്പം 42 പേരും കൂടെ ചേർന്ന 49. ഇപ്പോൾ വർദ്ധിച്ചു വരുന്നു എന്ന് കരുതപ്പെടുന്ന BJP വോട്ടുകൾ കൂടി ചേർന്നാൽ ഒരുപക്ഷെ there is a fighting chance in at least
വൺ കോൺസ്റ്റിറ്റ്യുവൻസി, ദാറ്റ്സ് എ റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യുവൻസി. അത് സംവരണ മണ്ഡലമാണ്. അവിടെ കുന്നത്ത് നാട്ടിൽ സാബു ജേക്കബിന് മത്സരിക്കാനാവില്ല. ഒരുപക്ഷേ സാബു ജേക്കബ് മത്സരിക്കാൻ തന്നെ തയ്യാറാവില്ല. ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ആയിരിക്കും അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതുമല്ല എങ്കിൽ പെരുമ്പാവൂർ സീറ്റോ അതിന് ചുറ്റുപാടുമുള്ള കാച്ച്മെന്റ് ഏരിയയിലെ മറ്റ് സീറ്റുകളുണ്ടല്ലോ, അവിടെ ബലപരീക്ഷണത്തിന് മുതിർന്നാൽ ഞാൻ അത്ഭുതപ്പെടില്ല. ഇത് രാഷ്ട്രീയമല്ലേ, അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങി കളിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ഇറങ്ങുക തന്നെ. തെരഞ്ഞെടുപ്പിന് മുൻപാണല്ലോ ഏതാനും 100 ദിവസത്തിനുള്ളിൽ നടക്കേണ്ട സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ്. അത് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് മത്സരിക്കാൻ തന്നെയാണ്. അത് സാബു ജേക്കബ് പറയുന്നൊരു സ്ഥാനാർത്ഥി ആയിരിക്കും കുന്നത്തുനാട്. ആ സീറ്റ് ഉറപ്പായി മത്സരിക്കുന്നത് NDAക്ക് വേണ്ടി മത്സരിക്കുന്നത് T20 ആയിരിക്കാനാണ് സാധ്യത. പിന്നെ എത്ര സീറ്റുകൾ കൂടി അഡീഷണലായി എറണാകുളം ജില്ലയിൽ കൊടുക്കുമെന്നത് ചിന്തനീയമായ കാര്യമാണ്. 1-2 സീറ്റുകളാണ് പരമാവധി BJPക്ക് അവിടെ കൂടുതലായി കൊടുക്കാൻ കഴിയുക. അതൊന്നും ജയസാധ്യതയുള്ള മണ്ഡലങ്ങളല്ല എന്നുകൂടി ഓർക്കണം. പക്ഷെ 1 സീറ്റ് മേക്സ് എ ഡിഫറൻസ്. നോക്കൂ, PC തോമസ് മൂവാറ്റുപുഴയിൽ 2 പതിറ്റാണ്ട് മുൻപ് ജയിച്ചു വന്നത്. അതാണ് NDA കേരളത്തിൽ ആദ്യമായി അക്കൗണ്ട് തുറക്കുന്നത്. അത് BJPയുടെ മാത്രം ബലത്തിലല്ല തുറക്കണം. കത്തോലിക്ക സഭയുടെയും കുടിയേറ്റ മേഖലയിലെ ആളുകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും ഒക്കെ സഹായത്തോടു കൂടി, ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ ഉൾപ്പെടെ സഹായത്തോടു കൂടിയാണ് PC തോമസ് എന്ന കേരള കോൺഗ്രസ് നേതാവ് പിന്നെ മാണിയുടെ മകനെയും CPI സ്ഥാനാർത്ഥിയും എല്ലാം പരാജയപ്പെടുത്തി ഒരു ചെറിയ ഭൂരിപക്ഷത്തിന് ജയിച്ചു വന്നതും കേന്ദ്രമന്ത്രിയായതും. അതുകൊണ്ട് NDA ആദ്യം അക്കൗണ്ട് തുറന്നത് രാജേട്ടനോടി അല്ല, താമരയല്ല ആദ്യം വിരിഞ്ഞത് IFDP എന്ന് പറയുന്ന ചെറിയ കക്ഷിയിലൂടെയാണ് സാന്നിധ്യം അറിയിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ തനതായ ഇടങ്ങളിൽ സാന്നിധ്യമുള്ള ചെറിയ പാർട്ടികളെ കൂടെ നിർത്തുന്നത് ഗുണം ചെയ്യും. ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ പറഞ്ഞു നിൽക്കാൻ ഒരു മുഖം. ന്യൂനപക്ഷ കൺസോളിഡേഷൻ എന്നത് മുസ്ലിം കൺസോളിഡേഷൻ മാത്രമായി കരുതാനാണ് BJP തയ്യാറാവുന്നത്. ക്രിസ്ത്യൻ ഔട്ട്റീച്ച്, സാബു ജേക്കബ് ക്രിസ്ത്യാനിയാണ്, എന്നാൽ ക്രൈസ്തവ മുഖമല്ല. ക്രിസ്ത്യാനിയാണ്, പക്ഷേ നാമധേയം ക്രിസ്ത്യൻ നാമധേയം പേറുമ്പോൾ പോലും അത് നൽകുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, ഒപ്റ്റിക്സ് ഉണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയുന്നത് ക്രൈസ്തവ ഇടങ്ങളിൽ, ക്രൈസ്തവ മേഖലയിൽ എറണാകുളം ജില്ല, കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, ഇടുക്കി ജില്ല, ഇവിടെയൊക്കെ ക്രിസ്ത്യൻ സാമാന്യം നല്ലൊരു നിർണായക ശക്തിയാണ്. അവിടങ്ങളിലൊക്കെ ഒരു നേതാവിനെ ലഭിക്കുന്നത് നല്ലതാണ്. ആത്യന്തികമായി പറഞ്ഞു നിൽക്കാൻ നന്നാണ്. കേന്ദ്രമന്ത്രി ക്രിസ്ത്യാനി ആയ ജോർജ് കുര്യനുണ്ട്. പിന്നെ തലയെടുപ്പുള്ള പല ക്രൈസ്തവ മുഖങ്ങളും BJP പാളയത്തിൽ എത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് ക്രൈസ്തവർക്ക് സീറ്റ് കൊടുക്കും NDA. അതിൽ ഒന്ന് സാബു ജേക്കബും അല്ലെങ്കിൽ സാബു ജേക്കബ് പറയുന്ന ആളുകളും ആയിക്കൂടായികയില്ല. പക്ഷേ സാബു ജേക്കബിനോടൊപ്പം ചേർന്ന് നിന്ന ന്യൂനപക്ഷങ്ങൾ, മുസ്ലിം ന്യൂനപക്ഷങ്ങൾ, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ, അവർ സമുദായ അടിസ്ഥാനത്തിലല്ല ചേർന്ന് നിന്നത്, വികസനം മാത്രം നോക്കിയാണ്. അവർ എന്ത് ചെയ്യും? ഇപ്പോൾ തന്നെ ഒരുപാട് പേരാണ്, 4 പഞ്ചായത്തുകൾ പ്രത്യേകിച്ച് അനേകം പേർ ചെറുതും വലുതുമായ ശബ്ദങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്നും അകലം പാലിക്കുന്നു. സാബു ജേക്കബ് ഇത് ചെയ്തത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല, ഇത് ശരിയായില്ല, ഇതൊരു BJPയുമായിട്ടുള്ള ബാന്ധവം ശരിയല്ല, ഒരു പാർട്ടിയുമായും ശരിയില്ല എന്ന് ഞങ്ങളെ വിശ്വസിപ്പിച്ചാണ് ഞങ്ങളുടെ വോട്ട് നേടിയെടുത്തത്. ഞങ്ങളെ സ്ഥാനാർത്ഥികളായി അതിനകത്ത് ജയിച്ചു വന്ന പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുണ്ട് ഈ വിഘടിച്ചു നിൽക്കുന്നവരിൽ. അവരൊരു നല്ല പങ്ക് UDFിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന് വലിയ ഒരു ഞെട്ടലായിരുന്നു, വലിയ ബുദ്ധിമുട്ടായിരുന്നു. എറണാകുളം ജില്ല കോൺഗ്രസിൻ്റെ തട്ടകമാണ്. UDFിൻ്റെ മൊത്തത്തിൽ എന്ന് പറയുമ്പോൾ ഇത് കോൺഗ്രസിന് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാവുന്ന ഏതാനും മണ്ഡലങ്ങൾ കേരളത്തിൽ ഏതെങ്കിലും ജില്ലയിലുണ്ട് എങ്കിൽ അത് എറണാകുളം ജില്ലയിലാണ്. അത് പത്തനംതിട്ട ജില്ലയിലോ കോട്ടയം ജില്ലയിലോ അല്ല, അത് എറണാകുളം ജില്ലയിൽ മാത്രമാണ്, വേറൊരു ജില്ലയിലുമില്ല. CPM ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ജയിക്കാവുന്ന അനേകം മണ്ഡലങ്ങൾ കേരളത്തിന് പലയിടങ്ങളിലുമുണ്ട്. പക്ഷേ കോൺഗ്രസിന് മുസ്ലിം ലീഗിൻ്റെയോ ഘടകകക്ഷികളുടെ പിൻവരവില്ല, അത് ഒറ്റയ്ക്ക് അഹങ്കാരം പറഞ്ഞ് ജയിക്കാൻ പറ്റുന്ന അധികം മണ്ഡലങ്ങളില്ല. അവിടങ്ങളിൽ പോലും സാബു ജേക്കബിൻ്റെ പാർട്ടി പിടിക്കുന്ന വോട്ടുകൾ UDF വോട്ടുകളാണ് കൂടുതലും ചോരുന്നത്. അതിതാ തിരിച്ചു വരുന്നു. അതുകൊണ്ട് UDF ഓൾറെഡി നല്ല നിലയിലാണ്. എറണാകുളം ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ എറണാകുളത്ത് തിളക്കമാർന്ന വിജയം ഉള്ള കോൺഗ്രസിന് ആ സമ്പൂർണ്ണ വിജയം ആവർത്തിക്കാൻ അനുകൂലമായ അന്തരീക്ഷം സാബു ജേക്കബിന് മറുകണ്ഠം ചാടലിലൂടെ സംഭവിച്ചു. അണികൾ ഇനിയും T20 എന്ന് പറഞ്ഞ് നിൽക്കില്ല, കോൺഗ്രസിലേക്ക് വരും എന്ന പ്രതീക്ഷയാണ്. ഇടതുപക്ഷത്തിനും ചെറിയ പ്രതീക്ഷ ഇല്ലാതെയില്ല. പക്ഷേ കൂടുതൽ നേട്ടമുണ്ടാകാൻ പോകുന്നത് കോൺഗ്രസിനാണ് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി സാബു ജേക്കബിന്റെ വ്യക്തിപരമായ താല്പര്യം, ബിസിനസ് താല്പര്യം, കോർപ്പറേറ്റ് താല്പര്യം കൂടുതലായി സംരക്ഷിക്കപ്പെടും എന്ന ഒരു നിഗമനത്തോടു കൂടി BJPക്ക് മുഖം മിനുക്കാൻ ഒരവസരമായി മോദി വരുമ്പോൾ ഇതാ ഞങ്ങൾ ഒരാളെ കൊണ്ടുവന്നിരിക്കുന്നു, ഒരു സർപ്രൈസ് ആണ്, അത്ഭുതങ്ങൾ അല്ലെങ്കിൽ VD സതീശന്റെ ഭാഷയിൽ പറഞ്ഞ വിസ്മയങ്ങൾ തീർക്കാൻ BJPക്ക് കഴിയുന്നു എന്ന പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് ആർക്കും കാര്യമായ ദോഷമില്ലാതെ T20യെ വിശ്വസിച്ച് രാഷ്ട്രീയ ഇതരമായി സംസാരിച്ച T20യെ വിശ്വസിച്ച ആളുകൾക്ക് ഒരു ഞെട്ടൽ സമ്മാനിച്ചുകൊണ്ട് നടന്ന ഒരു നീക്കം, അതേക്കുറിച്ച്
എവിടെയും ഒരു പ്രത്യേക പാർട്ടിയെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യാതെ ഞാൻ നിങ്ങളോട് പറയാൻ, എൻ്റെ സ്നേഹമുള്ള പ്രേക്ഷകരോട് പറയാൻ താല്പര്യപ്പെട്ടു. അതുകൊണ്ട് അതങ്ങനെ നിൽക്കട്ടെ. T20യുടെ ഭാവി നമുക്ക് നോക്കിക്കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റുമായി T20 സാന്നിധ്യം അറിയിക്കുമോ എന്ന് നമുക്ക് നോക്കിക്കാണാം.